CJP എന്ന് കേട്ടാൽ വലിയ നീതിമാന്മാരുടെ സംഘമാണെന്നും നാട് നന്നാക്കാനോ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനോ മാത്രം അവതരിച്ച വിരുദ്ധന്മാരാണെന്നും വിശ്വസിച്ച് അവരെ കണ്ണും പൂട്ടി തലയിലേറ്റി നടക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് കേട്ടോളൂ, നിങ്ങൾ വിശ്വസിക്കുന്നതിലും എത്രയോ ഭീകരമാണ് അപ്പുറത്തെ യാഥാർത്ഥ്യം. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി പുറത്തു വരികയാണ്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനെന്നും നാടിന്റെ നന്മയ്ക്കെന്നും പറഞ്ഞ് പെട്ടെന്ന് പൊട്ടിമുളച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കയറി വന്ന ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ വമ്പൻ കള്ളത്തരങ്ങളുടെയും ഹിഡൻ അജണ്ടകളുടെയും ഒരു സാമ്രാജ്യമുണ്ടെന്ന് വ്യക്തമാണ്. നാട് നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഡൽഹിയിൽ ചെന്ന് സമരം നടത്തി വലിയ രീതിയിൽ ഇറങ്ങിച്ചെന്ന് അവർ ജനങ്ങളെ കബളിപ്പിക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന ഇവർ പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിന്റെ സമയത്ത് നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പഞ്ചാബിൽ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടി അവരുടെ ചോരയും കുടിച്ച് പഠിച്ച കഠിനാധ്വാനത്തെ ചവിട്ടി അരച്ച് ഇതുവരെ എത്ര തവണയാണ് പരീക്ഷാ പേപ്പറുകൾ ചോർന്നത് എന്നറിയാമോ? കൃത്യം 6 തവണ. 6 പ്രാവശ്യം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് അവിടെ പോയത്. എന്നിട്ടും ഈ പറയുന്ന CJP-ക്കാർക്ക് അതൊരു വിഷയമേ അല്ല. അപ്പോഴൊന്നും ഇവർ വാ തുറന്നില്ല. ഒരു ചെറു വിരൽ അനക്കാൻ പോലും തയ്യാറായില്ല. വിഷയം പഠിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബ് സർക്കാരിന്റെ കൊള്ളകളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് CJP. അപ്പോൾ പിന്നെ ചോദിക്കാനുള്ളത് ഇതാണ്: നാട് നന്നാക്കാൻ ഇറങ്ങിയതാണെങ്കിൽ മൊത്തത്തിലല്ലേ നന്നാക്കേണ്ടത്? കേരളത്തിലോ പഞ്ചാബിലോ എവിടെയായാലും അഴിമതി തന്നെയല്ലേ? സ്വന്തം നാട്ടിൽ 6 തവണ പേപ്പർ ചോർന്നിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ രാജി ചോദിക്കാൻ നട്ടലില്ലാത്തവർ എന്ത് മനുഷ്യാവകാശ പ്രവർത്തകരാണ്? പിന്നെ എന്തിനാണ് ഈ ഒരു വിഭാഗത്തെ മാത്രം കണ്ണുമടച്ച് ഇരുട്ടാക്കി വിടുന്നത്? ആം ആദ്മി സർക്കാരുമായി ഇവർക്ക് എന്താണ് ഇത്രയധികം രഹസ്യബന്ധം? പഞ്ചാബിലെ വിദ്യാർത്ഥികളുടെ കണ്ണീർ ഇവരുടെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ വന്ന് സമരം ചെയ്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അറിയുന്നവർക്ക് പഞ്ചാബിലെ ഈ അക്രമങ്ങൾ കാണുമ്പോൾ നാണമില്ലേ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ? അപ്പോൾ BJP-യെ മാത്രം ലക്ഷ്യമിട്ട് നിങ്ങൾ ഈ കളി കളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് കൊട്ടേഷൻ വാങ്ങിയിരിക്കുന്നത്? ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെയും അമിത്ഷായും എങ്ങനെയെങ്കിലും കടന്നാക്രമിക്കാൻ മാത്രം നടക്കുന്ന ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇത്രയും നാളും ജനങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങളെ വിശ്വസിച്ച് തലയിൽ ഏറ്റുവെച്ചിരിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിടാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതുവരെ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചവർ ഇനിയെങ്കിലും ചിന്തിക്ക്, ഇതാണോ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം? ദിവസങ്ങൾ കഴിയുന്തോറും ഇവരുടെ ഓരോ മുഖംമൂടികളും ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില നാടകങ്ങളുണ്ട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മൾ കണ്ടതാണ്. തെരുവിൽ ആളുകളെ കൂട്ടി വലിയ ബഹളമുണ്ടാക്കി സർക്കാരിനെതിരെ തിരിഞ്ഞ് ഒടുവിൽ കേന്ദ്രമന്ത്രിയുടെ രാജി വരെ ആവശ്യപ്പെട്ട് വലിയൊരു കോലാഹലമാണ് അവർ അവിടെ സൃഷ്ടിച്ചത്. ഇവർ പറഞ്ഞതൊക്കെ കേട്ടാൽ തോന്നും രാജ്യത്ത് നീതി നടപ്പിലാക്കാൻ വേണ്ടി മാത്രം അവതരിച്ച വിശുദ്ധന്മാരാണ് ഇവർ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? നമുക്ക് നോക്കാം. നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ പോയി നിന്ന് സമരം ചെയ്ത ഇതേ CJP-ക്കാർ പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം വരുമ്പോൾ എവിടെയാണ്? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം വെള്ളത്തിലായപ്പോൾ ആം ആദ്മി സർക്കാരും മുഖ്യമന്ത്രിയും ഭഗവന്ത് മാനും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന CJP-ക്കാർ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ വിഷയം പഠിക്കുകയാണ് പോലും എന്ന പല്ലവിയും പാടി ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണ് അവർ. പഞ്ചാബിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേരെ ലാത്തിചാർജ് നടന്നു എന്ന് പറഞ്ഞ വിരൽ ചൂണ്ടുന്നത് ആരുടെ നേരെയാണ്? നേരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മോദി സർക്കാരിന്റെയും തലയിലേക്ക്. പഞ്ചാബിൽ 6 തവണ പേപ്പർ ചോർന്നിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ രാജി ചോദിക്കാൻ നട്ടലില്ലാത്തവർ ഡൽഹിയിൽ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനും അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിതല്ലേ? ഇവിടെയാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയേണ്ടത്. നാട് നന്നാക്കാനോ നീതി നടപ്പിലാക്കാനോ അല്ല, മറിച്ച് BJP സർക്കാരിനെതിരെ മാത്രം വിരൽ ചൂണ്ടുക, കേന്ദ്രത്തിനെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ അജണ്ട. സ്വന്തം മുന്നിൽ നടക്കുന്ന കൊള്ളകൾ കണ്ടില്ലെന്ന് നടിക്കുകയും തെറ്റായ ലക്ഷ്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് ഓരോന്നായി ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. ഇനി ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് ഈ CJP-യും കൂട്ടരും ഇത്രയധികം ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ആരാണ് ഇവർക്ക് പിന്നിൽ? ഏത് ശക്തികളാണ് ഇവർക്ക് ഇതിനുള്ള പണവും പിന്തുണയും നൽകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രേക്ഷകരെ. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കാൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ CJP-യും മറ്റു
ചില നേതാക്കളും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില ലോബികളും സജീവമായി രംഗത്തുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മുഖം മാത്രമാണ് ഈ CJPയും അവരുടെ നേതാക്കളും. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തായാലും രാജ്യത്തിന്റെ സുരക്ഷയിലായാലും വികസനത്തിലായാലും രാജ്യം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ കണ്ട് അസൂയ പൂണ്ട് നടക്കുന്നവരാണ് ഈ കൂട്ടർ. ഇനി നമ്മുടെ സൈന്യത്തിന്റെ കരുത്തും രാജ്യം നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ലോകം മുഴുവൻ കൈയടിക്കുമ്പോൾ അതിനെ എല്ലാം എങ്ങനെയെങ്കിലും തടയുക, രാജ്യത്ത് അനാവശ്യമായ സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, ഇതാണ് ഇവരുടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ അജണ്ട. പഞ്ചാബിൽ 6 തവണ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടും അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് ആം ആദ്മി സർക്കാർ ചൂതാട്ടം നടത്തിയിട്ടും അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവരുടെ നാവ് പൊന്തുന്നില്ല. കാരണം അവിടെ ഭരിക്കുന്നത് അവരുടെ സഖ്യകക്ഷികളാണ്. എന്നാൽ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അടക്കം വിരട്ടാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. മറ്റു കൊള്ളകൾ കണ്ടിൽ നിന്ന് അടിച്ച് ഡൽഹിയിൽ പോയി നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്ന ഇവരെ എന്ത് വിളിക്കണം? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം. നാട് നന്നാക്കാനോ നീതി നടപ്പിലാക്കാനോ ഇറങ്ങിയവരാണ് ഇവരെന്ന വ്യാജധാരണയിൽ ഇനിയും നമ്മൾ ജീവിക്കരുത്. ഇവരെ തലയിലേറ്റി നടക്കുന്ന ഓരോരുത്തരും കണ്ണു തുറക്കേണ്ട സമയമാണിത്. ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ ഓരോ മുഖമൂടികളും ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. ഇവരുടെ കള്ളക്കളികൾ ഓരോന്നായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അഭിജിത്ത് ദീപ്കയുടെയൊക്കെ ഒരു വാശി കണ്ടില്ലേ? ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല, ഞങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു ഡൽഹിയിൽ നിന്ന് പറഞ്ഞത്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് വിളിച്ചു പറഞ്ഞത് ഇതായിരുന്നു. അപ്പോൾ ഇതാണ് ചോദ്യം. പഞ്ചാബിൽ പരീക്ഷാ പേപ്പർ ചോർന്നപ്പോൾ അവിടെയുള്ളത് യുവാക്കളല്ലേ? അന്ന് പരീക്ഷ എഴുതിയത് വയസ്സായവരാണോ? പഞ്ചാബിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ യുവാക്കളല്ലേ? ആം ആദ്മി സർക്കാരിന്റെ അഴിമതിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ വന്ന് യുവാക്കളുടെ വക്താക്കളാണെന്ന് അവകാശപ്പെടാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇന്ത്യയെ നന്നാക്കാനാണ് ഇറങ്ങിയതെങ്കിൽ ഈ രാജ്യത്തുള്ള മൊത്തം സംസ്ഥാനങ്ങളെയും പ്രശ്നങ്ങൾ ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തിനാണ്? കേരളത്തിലായാലും പഞ്ചാബിലായാലും ഡൽഹിയിലായാലും അഴിമതി തന്നെയല്ലേ? തങ്ങൾക്ക് സൗകര്യമുള്ള ഇടങ്ങളിൽ മാത്രം സമരം ചെയ്യുകയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മാത്രം ഒരു വിഭാഗത്തെ കണ്ണടച്ച് ഇരുട്ടാക്കി വിടുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയെ നന്നാക്കാനാണ്, രാജ്യത്തെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം കേന്ദ്രീകരിച്ച് കളി കളിക്കുമോ? അപ്പോൾ പിന്നെ ഡൽഹിയെ മാത്രം കത്തിക്കാൻ ഇറങ്ങുന്ന ഇവരുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് വ്യക്തമായില്ലേ? എങ്ങനെയെങ്കിലും ഇവിടെയുള്ള സർക്കാരിനെ താഴെ ഇറക്കുക, BJP ലക്ഷ്യമിട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഇതാണ് ഇവരുടെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ. ഇതിനു പിന്നിൽ അതിശക്തമായ വലിയൊരു ലോബിയോ ശക്തിയോ തന്നെയുണ്ടെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സംശയിക്കുകയല്ല, ആ നിലയിലേക്കാണ് ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ തങ്ങൾക്ക് സൗകര്യമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇവർ അത് വലിയ പ്രശ്നമാക്കി മാറ്റി. തെരുവിലിറങ്ങി ആളുകളെ കൂട്ടി ബഹളമുണ്ടാക്കി. എന്നാൽ കൃത്യമായി പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അവിടെ ഇതേ പ്രശ്നം ആവർത്തിച്ചപ്പോൾ ഇവർ എന്ത് ചെയ്തു? അവിടെ പരീക്ഷാ പേപ്പർ 6 തവണ ചോർന്നിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നശിച്ചിട്ടും CJPയുടെയോ അഭിജിത്ത് ദീപ്കയുടെയോ ഒക്കെ മറുപടി എന്താണെന്നോ? വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? എന്താണ് അവിടെ പഠിക്കാനുള്ളത്? ഡൽഹിയിൽ സമരം ചെയ്യാൻ പഠിക്കേണ്ട യാതൊരു പാഠവും ഇല്ലാത്ത ഇവർക്ക് പഞ്ചാബിൽ ചെന്നപ്പോൾ മാത്രം പഠിക്കാൻ എന്താണ് ഇത്രമാത്രം വിഷമം? ഡൽഹിയിൽ നടന്ന അതേ ചോദ്യപേപ്പർ ചോർച്ച തന്നെയല്ലേ പഞ്ചാബിലും ഉണ്ടായിട്ടുള്ളത്? അവിടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നുള്ളവരാണോ? അപ്പോൾ പിന്നെ ഡൽഹിയിൽ ഒരു നീതി, പഞ്ചാബിൽ മറ്റൊരു നീതി എന്ന ഈ ഇരട്ടത്താപ്പ് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ പ്രേക്ഷകരെ, CJPയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പഞ്ചാബിലും ഇതേ ചോദ്യപേപ്പർ ചോർച്ച വിവാദം വന്നപ്പോൾ അതിപ്പോഴും വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ ഡൽഹിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടായ്മയുണ്ടാക്കുന്നു, അത് സമരമാക്കി മാറ്റുന്നു, രാജി വെപ്പിക്കുന്നു, അങ്ങനെ എന്തൊക്കെ നാടകങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇതിന് പിന്നിൽ വേറെ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. തീർച്ചയായിട്ടും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.